ഫോട്ടോഷൂട്ട് 5 മിനിറ്റ് കൊണ്ട് തൊഴുതിറങ്ങി. ബാക്കിയെല്ലാം ഫോട്ടോഷൂട്ട്. പ്രാർത്ഥിക്കാൻ 5 മിനിറ്റും ഫോട്ടോ എടുക്കാൻ 1.25 മണിക്കൂറും. ഇത്ര പേരെ ഫോട്ടോ എടുത്തവരുണ്ട്, 10-15 പേരുണ്ട്. അടുത്ത പ്രാവശ്യം ഞാൻ മാമനാവുന്നതല്ല, ഇപ്രാവശ്യം കൂടെ ഓക്കെ ആയിക്കൊണ്ടിരിക്കുകയുള്ളൂ. ഹേയ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. ഇന്നത്തെ വ്ളോഗ് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇന്ന് ഓണം വ്ളോഗാണ്. ആ ടൈറ്റിൽ തമിഴിലൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഓണം വ്ളോഗാണ്. വേറെ ഇന്ന് നമ്മൾ നാട്ടിൽ ഓണം നമുക്ക് കാണിച്ചു തരാം. പിന്നെ അവിടെ പോകുമ്പം ഈ പാട്ട്, ഈ കോർപ്പറേറ്റ് ഇഷ്യൂ ഒക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഈ ഷോർട്സൊക്കെ കാണിച്ചു തരും. ഷോർട്സ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ റാൻഡം വീഡിയോകൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങളും അത്തത്തിൻ്റെ കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് കാണിച്ചു തരുന്നത്. വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നമ്മുടെ നാട്ടിലത്തെ ഓണമാണ് ഈ ബ്ലോഗ്. ഏത് ഞാൻ വീഡിയോ എടുക്കാത്ത, ലോങ് വീഡിയോ ഇടാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റോറേജ് ഫുള്ളാണ് എൻ്റെ വീഡിയോയിൽ. എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഫുള്ളാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ഇടാത്തത്. ഞാൻ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ബോളിങ് ചെയ്യണ വീഡിയോ അത് ഇട്ട് സ്റ്റോറേജ് ഫുള്ളായതാണ്. എന്ന് പറഞ്ഞാൽ അത് എൻ്റെ നേരത്തെ ഉള്ളത് അത് ഞാൻ ഡിലീറ്റ് ചെയ്യില്ല. അത് വച്ചിരുന്നത്, അത് വേറെ മാർഗ്ഗമില്ല മാറ്റാൻ വേണ്ടി. അതെന്തെങ്കിലും ചെയ്യണം. അങ്ങനത്തെ പരിപാടിയുള്ളൂ. വേറെ അങ്ങനത്തെ പ്രശ്നങ്ങൾ. പിന്നെ നാളെ വേറെ ഹരീഷേട്ടൻ, അത് വേറൊരു വ്ളോഗ് വരുന്നുണ്ട്. ഹരീഷേട്ടൻ നമ്മളെ UK വന്ന് എൻ്റെ വ്ളോഗ് വരുന്നുണ്ട്. അത് ഞാൻ എഡിറ്റ് ചെയ്തില്ല, ഇനി എഡിറ്റ് ചെയ്യണം. ഇതെന്ന് വരുമെന്ന് തമ്പുരാനറിയാം. അങ്ങനത്തെ പ്രശ്നങ്ങൾ. ഹരീഷേട്ടൻ ഒരു ഫോൺ തരാമെന്ന് പറഞ്ഞു, അത് വീഡിയോ എടുക്കാൻ വേണ്ടി. അതിൽ സ്റ്റോറേജ് ഉണ്ടെന്നാണ് പറഞ്ഞത്. നാളെ എന്തായാലും സെറ്റാക്കാം. നാളെ ഒരു കളർഫുൾ വ്ളോഗായിരിക്കും. ഓക്കെ, നാളത്തെ പരിപാടികളും അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞാൻ ഫുള്ള് ലാഗ് എടുപ്പിക്കും. ഞാൻ ഇങ്ങനെ എന്താ പറയുക, സംസാരിക്കാൻ ഭയങ്കര എനിക്ക് ബുദ്ധിമുട്ടാണ്. ഞാൻ ഇങ്ങനെ അലച്ചുകൊണ്ട് കിടക്കാനേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, വേറെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. എന്തായാലും താഴോട്ട് പോവാം. ഓക്കെ, പടയുടെ ശമ്പള കൊട്ടിക്കോലം തുള്ളും താളം, തീരം പടയുടെ വെങ്കുടി എട്ടിക്കൊത്തി കേറും താളം. ഇത് മുള്ളൻ കൊല്ലി കുന്നിൻ മേലെ കാവടി എന്തും മേളം. ഇന്നക്കരയുള്ളവർ ഇക്കരെ എത്തും തക്കിട തകരണിഞ്ഞാൽ. ഇത് ഗൈസ്, അങ്ങനെ അത്തോട്ട് കഴിഞ്ഞിട്ടുണ്ട്. സമയം ഇപ്പം 2 മണി എന്തോ ആയി. കുറച്ച് ഡാൻസൊക്കെ കളിച്ച് ചില്ലടിച്ച് ഇനി രാവിലത്തെ കാര്യം രാവിലെ കാണിച്ചു തരാം. വേറൊന്നുമില്ല. ഇപ്പം ഇന്ന് കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പാട്ട് ഇടാതെ ഇടുന്നത്. ചെറിയ ചെറിയ 3 സെക്കൻഡ് അങ്ങനെ പോവുകയുള്ളൂ. വേറൊന്നുമില്ല. അപ്പോൾ രാവിലെ ഹേയ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പിന്നെ എല്ലാവർക്കും ഹാപ്പി ഓണം. എൻ്റെ ഡ്രസ്സൊക്കെ എങ്ങനെയുണ്ട് കാണിച്ചു തരാം. പിന്നെ ഇന്നലെ നല്ല മഴയുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ 4 മണിക്കൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച് ഓണം കളറായെന്ന്. കുഴപ്പമില്ല, ഇപ്പം മഴ കറുത്തമേങ്ങണം. വേറെ ഇനി താഴോട്ട് പോകണം. പിള്ളേരെ കാണണം, കോവിൽ പോകണം. പിള്ളേരെ കാണണമെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നമ്മളെ പയ്യന്മാരെ കാണണം. അങ്ങനെ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. വേറൊന്നുമില്ല, മുണ്ട് ഷർട്ട്, പിന്നെ ചെരുപ്പ്, പിന്നെ ഒരു വാച്ച്, പിന്നെ ഒരു ബ്രേക്ക്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഉള്ളതല്ല. ഗൈസ്, ഇനി നമുക്ക് താഴോട്ട് പോവാം. പിള്ളേരൊക്കെ കോവിലിൽ പോകാൻ വെയിറ്റിംഗ് ആണ്. ഇനി അങ്ങോട്ട് പോവാം. ഓക്കെ, പിന്നെ ഞാൻ അത്തവും കാണിച്ചു തന്നില്ല. അത് പൂർത്തിയായിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്നലെ രാത്രിയായിരുന്നു. രാത്രിയായിട്ട് ഞാൻ വീഡിയോ കാണിച്ചു തരാമല്ല, കാണിച്ചാൽ മറന്നതല്ല,
കാണിക്കാതെ തന്നെ ഇന്ന് രാവിലെ കാണിക്കാന്ന് വിചാരിച്ചു. വേറെ ആരും വന്നില്ല, മിഥുൻ മാത്രമേ വന്നുള്ളൂ. ഇതാണ് അത്തം. ഇതാണ് അനിച്ചേട്ടൻ തല കാണാനില്ലേ. ആരും വന്നില്ല, എല്ലാരും വരുന്നേ ഉള്ളൂ. അണിഞ്ഞൊരുങ്ങി നിക്കാണ്. ഇതിനായിരുന്നു താമസിച്ചത് കുറച്ച്. ഞാൻ വെറൈറ്റി ഷർട്ട് ഇട്ട് കണ്ട, വെറൈറ്റി ഷർട്ട് ഒന്നുകൂടാൻ പാടില്ല. ശബരിമല അവിടെ സമ്മതിക്കില്ല, ഓണത്തിന് അവിടെയും സമ്മതിക്കില്ല. മഴയായോണ്ട് നമുക്ക് ബൈക്ക് പോകാൻ പറ്റില്ല, അതുകൊണ്ട് ചന്ദ്രോടൻ കാർ എടുത്തു. ചന്ദ്ര ഹാപ്പി ആണോ? ഡ്രൈവർ ഇത് കൺട്രോളർ രണ്ടുപേരുണ്ട്, രണ്ടും ആർമിക്കാരന്മാരാണ്. രണ്ട് സൈഡും ആർമിക്കാരന്മാരാണ്. ഇനി കോല് പോട്ടെ, ഒന്ന് പാനം കണ്ടൊന്ന് എല്ലാ പാവങ്ങളും ഏറ്റു പറയണം. തിട്ടയ്ക്കാണ് ഏറ്റവും കൂടുതൽ പാവമുള്ളത്. സമയം എടുക്കുമെന്ന് തോന്നുന്നു. ഞാൻ ഇന്നലെ പോയാണ് രണ്ടോട്ടോ. അപ്പൊ കുഴപ്പമില്ല, അതിന്റെ ദീർഘം കുറയും ഉള്ളതുകൊണ്ട്. ഇനി ആൾക്കാരുണ്ടായിരുന്നു, എല്ലാരും പറഞ്ഞേ ഉള്ളൂ, ആരും ഉറക്കം എണിക്കാൻ വയ്യ. അനുഷാണ് നമുക്ക് അർത്ഥം ഇട്ട് തന്നത്. ഇനി നമ്മൾ തൊഴുത്ത് വരാം. ഞാൻ കംഫോർട്ട് സോണില് ഭയങ്കര കുറച്ച് ഇതാണ്, പക്ഷേ കംഫോർട്ട് സോൺ കഴിഞ്ഞു പോയാ എന്തോർത്താണ് അങ്ങനെ വീഡിയോ ഒന്നും എടുക്കില്ല. അപ്പം കുഴപ്പമില്ല, ഇനി പോകില്ലാത്ത കയറിക്ക് വീഡിയോ ഒന്നും എടുക്കില്ല. Vlog. Hai bro. എല്ലാരും ഹായ് ബ്രോ. മൂടില്ല, എല്ലാം നമ്മളിങ്ങനെ തൊഴുതിറങ്ങിയിട്ടുണ്ട്. 2 മണിക്കൂറുള്ള ദർശനം കഴിഞ്ഞു. ഫോട്ടോഷൂട്ട് 5 മിനിറ്റ് കൊണ്ട് തൊഴുതിറങ്ങി. ബാക്കിയെല്ലാം ഫോട്ടോഷൂട്ട്. പ്രാർത്ഥിക്കാൻ 5 മിനിറ്റും ഫോട്ടോ എടുക്കാൻ 1.25 മണിക്കൂറും. ഇത്ര പേരെ ഫോട്ടോ എടുത്തതിലുണ്ട് 10-15 പേരുണ്ട്. 15 പേരും കണക്ക് കൂട്ടിയാൽ പോരാ. അങ്ങനെ തൊഴുതിറങ്ങി. ഇനി നാട്ടിലെ വിശേഷങ്ങളും നാട്ടിലെ കലാപരിപാടികളും ഓണവിശേഷങ്ങളാണ്. ഓണപരിപാടികളായി എന്തായാലും വരുന്നതാണ്. ഓക്കെ, നമ്മളങ്ങനെ സദ്യ കഴിക്കാൻ പോയാണ്. അച്ഛനാണ് വിളമ്പുന്നത്. സദ്യ കഴിക്കാം. സദ്യയില്ല എന്താ ഓണമല്ലേ? ഞാൻ തുടച്ചു. അപ്പൊ നമുക്ക് കഴിച്ചു തുടങ്ങാം. പപ്പടമെടുത്ത് ഇങ്ങനെ പൊട്ടിക്കണം. അമ്മ ഞാൻ എല്ലാവർക്കും കൊടുക്കാം. എന്താ சரியா? ഓക്കെ, കഴിച്ചിട്ടില്ല ഗൈസ്. അങ്ങനെ സദ്യ കഴിച്ചു വരുന്നു. ആ ബോളിയും പായസവും കൂട്ടിപ്പിടിച്ചൊന്ന് കഴിച്ചപ്പം പിന്നെ അനങ്ങാൻ വയ്യ. ഇനി താഴോട്ട് പോയിട്ട് ചെറിയ ക്ലബിലെ പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം 2 വർഷവും ഞാനായിരുന്നു മാവേലി. കഴിഞ്ഞ പ്രാവശ്യവും ഇപ്രാവശ്യം മാവേലി ആവാൻ വേണ്ടി എന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എനിക്ക്
വേറെ ആർക്കെങ്കിലും പുതിയ പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. പക്ഷേ ആക്കാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെ എന്തിനാവും അറിഞ്ഞൂടാ. കണ്ട കോളിന് മാവേലി ആവും എന്നാണ് തോന്നുന്നത്. പുതിയ തലമുറ വരട്ടെ. പുതിയ തലമുറ ഉണ്ടെങ്കിൽ അല്ലേ അടുത്ത അടുത്ത പരിപാടിയൊക്കെ വൈബാവും. പിന്നെ വേറെ ഇനി പറഞ്ഞു നീട്ടുന്നില്ല. ഞാൻ ഇങ്ങനെ ഓവറായിരിക്കും പറഞ്ഞു പോണത്. എനിക്ക് നിർബന്ധമില്ല, പക്ഷെ എന്നെ മാവേലിയാക്കുന്നു ഗൈസ്. എന്ത് കാര്യം നമ്മളെ നാട്ടിൽ ഇത്രയും ചന്തമുള്ള വേറെ ആരുണ്ട്? ഐശ്വര്യം മാവേലിയുടെ എല്ലാ തികഞ്ഞ എന്നെ മാവേലിയാക്കുന്നു. ഞാൻ വേണ്ടെന്ന് പറഞ്ഞാണ്. 2 വർഷം ഞാൻ 2 വർഷം വേറെ അപ്പുതാവും. അയ്യോ വീഡിയോക്ക് വേണ്ടി നീ നിർബന്ധം പിടിക്കണേ. കേരള അങ്ങോട്ട് ഇവിടെ വെച്ച് കുറച്ചേരത്തെ ഞാൻ പറഞ്ഞില്ല. ഞാൻ അങ്ങനെ പറഞ്ഞില്ല. ഞാൻ 2 പ്രാവശ്യമായി. എനിക്ക് ഒരു വ്ളോഗ് എടുക്കാനുള്ള ഒരു ശേഷി തരൂ. ഇപ്രാവശ്യം ഞാൻ തന്നെയാണ് വാങ്ങിയത്. സസന്തോഷം അറിയിച്ചുള്ളൂ. എന്നെ ഒരുക്കുന്നത് കൊച്ചിച്ചേ. മാമി പിന്നെ മാമി ഒരെണ്ണം മതി, മറ്റേ കൊരുക്കാൻ വേണ്ടിട്ട്. ഞാൻ പറഞ്ഞാണ് ആ വ്ളോഗില് എന്നെ ആക്കുള്ളന്ന്. സ്തംഭം കെട്ടുകള് വേറെ ആരുമില്ല. അടുത്ത പ്രാവശ്യം ഞാൻ മാമയാവുന്നതല്ല. ഇപ്രാവശ്യം കൂടെ ഓക്കെ ആയിക്കൊണ്ടിരിക്കുകയുള്ളൂ. തുണി ആവനാഴിയിലെ മമ്മൂട്ടി എവിടെ? എല്ലാരും നിർബന്ധിച്ചു നോക്കി, ആരും ആവില്ല. ഒരിക്കൽ മാവേലിയായ പിന്നെ കഴിഞ്ഞു കൂട്ടിയാൽ മതി. 2ാമത്തെ വർഷവും 3ാമത്തെ വർഷവും 4ാമത്തെ വർഷവും വരെ മാവേലിയാവാം. കസേര ഊറ്റൽ നടക്കുകയാണ്. പരിപാടിയെല്ലാം കഴിഞ്ഞിനി അങ്ങനെ വടംവലി, കസേര ഊറ്റൽ അങ്ങനെ പരിപാടിയാണ്. ഇനി പരിപാടി കാണാം.
സ്റ്റോറേജ് ഫുൾ ആയിരുന്നാൽ കൊള്ളാം. കപ്പ് കന്നേ കപ്പ് കന്നേ എന്റെ രണ്ടു വാക്കുകൾ പറയുകയാണെങ്കിൽ, ഞാൻ ആദ്യം കളിയിൽ പങ്കെടുക്കില്ലായിരുന്നു. ആശാനാണ് എന്നെ പറഞ്ഞു വിട്ടത്. അതിൽ ഞാൻ ഫസ്റ്റ് പ്രൈസ് അടിച്ചു. രണ്ട് മഞ്ചി, ഒരു മഞ്ചി നേടി. ഈ വിജയം ഞാൻ ARക്ക് വേണ്ടി നൽകുന്നു. വളരെയധികം നന്ദിയുണ്ട്. അടുത്ത് കൊച്ചുകുട്ടികളുടെ കസേര വിറ്റാൽ ആള് കുറവാണ്, കുഴപ്പമില്ല. കസേര വലിക്കരുത്. അടിക്കുന്നേ ചുമ്മാ അല്ല. ഓടറാ കയ്യിലാത്ത മുഴുവൻ ഇതിലേക്ക് അതുണ്ട് ആ മനസ്സിൽ
അടുത്ത ബിസ്ക്കറ്റ് കടിയാണ്. ഇരുന്നോണ്ട് ബിസ്ക്കറ്റ് കടി. ഞാൻ പറ്റിയാമേ അങ്ങനെ ഇപ്രാവശ്യത്തെ ഓണപ്പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. പാതിയായപ്പോൾ സ്റ്റോറേജ് ഫുള്ളായി. പിന്നെ അത് വെച്ച് നിർത്തി. പിന്നെ കുറേ വീഡിയോ ഡിലിറ്റ് ചെയ്ത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ പെയ്ത ഫുൾ കുളമായപ്പം പിന്നെ പറയണ്ടല്ലോ. പിന്നെ അങ്ങ് വടംവലിയിലായിരുന്നു. പിന്നെ ബാക്കി പ്രശ്നം ഇത് കളികളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ എന്തിനാ കാണിക്കണേ? എന്റെ അമ്മോ, നീ തന്നെടേ. നീ ആരടേ? ഇതെല്ലാം വരും വ്ളോഗിൽ. അങ്ങനെ കാര്യങ്ങൾ. പിന്നെ വേറൊന്നുമില്ല. ചെറിയ മഴ പെയ്തപ്പോ തന്നെ ഫുൾ ഫ്ലോപ്പായി. ഇത് തന്നെ ഓൾ ഇൻ ഓൾ. നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിയും അത്ര നന്നായിട്ട് നടത്താൻ നമ്മളെ സാധിച്ചില്ല. കാരണം സാഹചര്യം മഴ തന്നെയാണ്. എന്തായാലും നമ്മളെ പിന്മാറുന്നില്ല. അടുത്ത വർഷം ഇതിനേക്കാളും ഗംഭീരമായിട്ട്, ഇതിനേക്കാളും നന്നായിട്ട് തന്നെ നമ്മൾ നടത്തും. ഗൈസ്, ഒരു രക്ഷയില്ല. സ്റ്റോറേജ് ഫുള്ളാക്ക തന്നെ. അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത് അത് കട്ടായി. അതുവരെ കിട്ടി. പിന്നെ ഞാൻ ലെഫ്റ്റ് ഹാൻഡ് ബോളിംഗ് ചാലഞ്ച് അത് ചെയ്യില്ലേ, അതിൻ്റെ വീഡിയോയും കിടക്കുകയാണ്. അതാണ് ഇത്ര ടൈറ്റ് ആയിരിക്കുന്നത്. പിന്നെ ഓണത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓണം അവിടെ നിന്ന് ആ റോഡിൽ നിന്ന് വന്നവരെ കൊള്ളായിരുന്നു. അങ്ങോട്ട് നാട്ടിൽ ചുറ്റിക്കറങ്ങിയതും. പിന്നെ അങ്ങോട്ട് മഴ പെയ്ത്. പിന്നെ അതാവുക എന്താ പറഞ്ഞ പോലെ ആയിപ്പോയി. അങ്ങനത്തെ കാര്യങ്ങൾ. വടംവലി നടന്നില്ല. കുറച്ച് ഗെയിംസേ നടന്നുള്ളൂ. അങ്ങനത്തെ പ്രശ്നങ്ങൾ. ഈ ഫുൾ എല്ലാവരും ഡൗൺ ആയി. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, മഴയല്ലേ. ഇനി നാളെ എവിടെയെങ്കിലും പോകണമെന്ന് പറയാനായിട്ട്. നടക്കുമെന്ന് അറിഞ്ഞൂടാ. പിന്നെ വീഡിയോ പറ്റുമെന്ന് അറിഞ്ഞൂടാ. സ്റ്റോറേജ് ഫുള്ളാവും. സ്റ്റോറേജിൻ്റെ കാര്യം മാത്രമേ പറയാനുള്ളൂ. പിന്നെ വേറൊന്നുമില്ല. ഈ വീഡിയോ ലാഗായിരിക്കുമോ കൊള്ളായിരിക്കുമോ എന്ന് എനിക്കറിഞ്ഞൂടാ. എങ്കിലും ഞാൻ വീഡിയോ ഇടും. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.